നമസ്കാരം. വാർ ഇമ്പാക്ട് തുടങ്ങുന്നു. ഇത് പ്രോഫിറ്റ് ന്യൂസിന്റെ പ്രത്യേക വാർത്താ പരമ്പരയാണ്. കാരണം പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ആഗോള സാമ്പത്തിക വാണിജ്യ വ്യവസായ മേഖലകളിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാകുന്നത് എന്ന് ഓരോ ദിവസവും പരിശോധിക്കുകയാണ് ഈ ഒരു പരമ്പരയിലൂടെ. വിവിധ മേഖലകളിൽ ഈ ഒരു യുദ്ധത്തിന്റെ പ്രഭാവം എവിടെ വരെ എത്തിയിരിക്കുന്നു, അതെങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുള്ളത് തുറന്നു കാട്ടുകയാണ് ഈ ഒരു പരമ്പര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആദ്യം വിമാന ടിക്കറ്റ് നിരക്കിൽ ഉണ്ടായിരിക്കുന്ന വർധന അതെങ്ങനെ ഉണ്ടായി എന്നാണ് കൂടുതൽ ഇന്ന് ഈ റീലിലൂടെ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. കാരണം എണ്ണവില ഉയർന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹോർമുസ് കടലിടുക്ക് വഴി എണ്ണ ഗതാഗതം, കപ്പൽ ഗതാഗതം ബുദ്ധിമുട്ടായിരിക്കുന്നു, നിലച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. അതിനിടയ്ക്ക് ഒരു ഇന്ത്യൻ കപ്പൽ അവിടം കടന്ന് മുംബൈ തീരത്ത് എത്തുകയുണ്ടായി. പക്ഷേ അതൊന്നും വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമല്ല. കൂടുതൽ ആക്രമണങ്ങൾ ആ മേഖലയിൽ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഭാഗത്തുനിന്നും മറ്റും ഉണ്ടാകുന്ന സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ വളരെ ദുഷ്കരമായി തുടരുകയാണ്. ഇറാന്റെ ഭാഗത്തുനിന്ന് കടുത്ത നിലപാടുകൾ അവിടെ തുടരുന്നുണ്ട്. ഇപ്പോൾ വിമാന നിരക്ക് ഉയരുന്നതിൻ്റെ പ്രധാന കാരണം എന്തൊക്കെയാണ് എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. പ്രത്യേകിച്ച് ഈ ഹോർമുസ് കടലിടുക്ക് വഴി എണ്ണ ഗതാഗതം സാധ്യമാകാത്തതിനാൽ വിമാന ഇന്ധനത്തിൻ്റെ വില ഉയരുന്നു, ലഭ്യത കുറയുന്നു. അതുതന്നെയാണ് ഇപ്പോൾ വിമാന ഇന്ധനത്തിൻ്റെ നിരക്ക് കൂടാൻ, വില കൂടാൻ കാരണമായത്. അതുകൊണ്ട് തന്നെ വിമാന കമ്പനികൾ കൂടുതൽ സർചാർജ് വിമാനയാത്രക്കാർക്ക് ഏർപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത അതിൽ കാണേണ്ടത്. മറ്റൊന്ന്, ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് വളരെ പ്രക്ഷുബ്ധമായ സാഹചര്യം നിലനിൽക്കുന്നു. ആകാശ യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ പല എയർ സ്പേസുകളും അടച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ച് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിമാനപാതകൾ സുഗമമല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ കൂടുതൽ ദീർഘദൂരം യാത്ര ചെയ്ത് മറ്റു വഴികളിലൂടെയാണ് വിമാനങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇന്ധന ചെലവ് ആവശ്യമായി വരുന്നു. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് നിരക്കിൽ ഇപ്പോൾ വർധന നടപ്പാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വിഷയം. ഇന്ത്യൻ വിമാനങ്ങളെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നേരത്തെ മുതലേ നിലനിൽക്കുന്ന പ്രശ്നമുണ്ട്. വിമാനപാത, ആകാശപാത ഉപയോഗിക്കുന്ന കാര്യത്തിൽ പാകിസ്ഥാൻ തടസ്സങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അത്തരത്തിലുള്ള ബുദ്ധിമുട്ട് നിലനിൽക്കെ തന്നെ ഇപ്പോൾ ഈ യുദ്ധപ്രശ്നങ്ങൾ കൂടി വന്നപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും മറ്റും ഇന്ത്യൻ വിമാനങ്ങൾ പറക്കണമെങ്കിൽ കൂടുതൽ അധിക ദൂരം പറക്കേണ്ടി വരുന്നു. പ്രത്യേകിച്ച് ഈ മിഡിൽ ഈസ്റ്റ് വഴിയുള്ള യാത്രയും ദുഷ്കരമായ സ്ഥിതിക്ക് ഇത്തരത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ പോകണമെങ്കിൽ ഇന്ത്യൻ വിമാനങ്ങൾക്ക് കൂടുതൽ പറക്കേണ്ട സാഹചര്യം വരുന്നു. യാത്ര ദീർഘദൂര യാത്രയായി മാറുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇന്ധന ചെലവ് കൂടുന്നു, വിമാനയാത്രാ നിരക്ക് കൂടുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് പരിശോധിക്കപ്പെടേണ്ട കാര്യങ്ങൾ. ഇതുമൂലമാണ് ഇപ്പോൾ ഈ ഒരു വിമാന ടിക്കറ്റ് നിരക്ക് കൂടിയിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം ഏകദേശം എത്ര ശതമാനം വരെ ഈ ഒരു ടിക്കറ്റ് നിരക്കിൽ വർധന ഉണ്ടായേക്കും എന്നുള്ളത്. ഇപ്പോൾ തന്നെ എയർ ഇന്ത്യയും അല്ലെങ്കിൽ ഇൻഡിഗോയും ഒക്കെ സർചാർജ് ഏർപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും വിമാന നിരക്ക് ഉയരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നമുക്ക് ആദ്യം പരിശോധിക്കാം. ഇന്ത്യയിൽ നിന്ന് വിവിധ രാജ്യങ്ങളിലേക്ക്, ഭൂഖണ്ഡങ്ങളിലേക്കുള്ള യാത്ര, അതിന് എത്ര ശതമാനം വിമാന ടിക്കറ്റ് വർധന ഉണ്ടാകുമെന്നാണ് പരിശോധിക്കുന്നത്. നമുക്ക് ഇന്ത്യ ഗൾഫ് യാത്രയെക്കുറിച്ച് നോക്കിയാൽ 5 മുതൽ 15% വരെ യാത്രാ നിരക്കിൽ വർധന ഉണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത്. നമുക്ക് ഗൾഫ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് നമ്മുടെ പ്രത്യേകിച്ച് മലയാളികൾ ഉൾപ്പെടെ ഒട്ടേറെ പേർ അവിടെ തൊഴിലിടങ്ങളിൽ പണിയെടുക്കുന്നു. അവർ എപ്പോഴും യാത്ര ചെയ്യുന്ന ഒരു ആകാശപാതയാണ് അത്, വിമാന സഞ്ചാര മേഖലയാണ്. കൂടുതൽ പേർ മലയാളികൾ ഉൾപ്പെടെ ഒരുപക്ഷെ കഷ്ടത്തിലാകുന്ന, ദുരിതത്തിലാകുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ട്. കാരണം വിമാന സർവീസുകൾ കൃത്യമല്ല. അപ്പോൾ തന്നെ വിമാന നിരക്കുകൾ വർധനയുണ്ടാകുന്നതും വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ഒപ്പം ഇന്ത്യയിൽ നിന്ന് ദക്ഷിണേഷ്യയിലേക്കുള്ള വിമാനയാത്രയിൽ 10 മുതൽ 20% വരെ വർധന ഉണ്ടാകും. ദക്ഷിണേഷ്യ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പെട്ടെന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ എന്ന് പറയാം. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഭൂട്ടാൻ, അതുപോലെ ശ്രീലങ്ക പോലെയുള്ള രാജ്യങ്ങളിലേക്കുള്ള യാത്രയിൽ 20% വരെ വിമാന ടിക്കറ്റ് നിരക്കിൽ വർധന ഉണ്ടായിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ യൂറോപ്പിലേക്കുള്ള യാത്രയിൽ 15% മുതൽ 30% വരെ വിമാന നിരക്കിൽ വർധന ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. പല വിമാന കമ്പനികളും ഈ ഒരു വർധന നടപ്പാക്കി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, പ്രത്യേകിച്ച് യൂറോപ്പിനെ സംബന്ധിച്ച് ഒട്ടേറെ മലയാളികൾ, ഇന്ത്യക്കാർ സ്ഥിരതാമസമാക്കിയ മേഖലയാണ് യൂറോപ്പ് എന്ന് പറയുന്നത്. മാത്രമല്ല വിനോദസഞ്ചാരത്തിനായി ഒട്ടേറെ ടൂർ പാക്കേജുകൾ അറേഞ്ച് ചെയ്യപ്പെടുന്ന വിദേശ വിനോദസഞ്ചാരികൾ ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും ഒട്ടേറെ പേർ യാത്ര പോകുന്ന ഒരു മേഖലയാണ് യൂറോപ്പ് എന്ന് പറയുന്നത്. ഒരുപാട് രാജ്യങ്ങൾ, പ്രദേശങ്ങൾ കൂടിച്ചേരുന്ന ഒരു സ്ഥലം, വളരെ മനോഹരമായ ഒരു സ്ഥലം. പക്ഷേ അവിടേക്ക്
ഇറാനിലേക്കുള്ള യാത്ര, ഇന്ത്യയിൽ നിന്നുള്ള യാത്ര നേരത്തെ പതിവിലും അപേക്ഷിച്ച് വളരെ ദൂരം കൂടിയ ദീർഘമേറിയ ഒരു യാത്രയായി മാറുന്നു. പല വഴി മാറിപ്പോകേണ്ട സാഹചര്യം വിമാനങ്ങൾക്ക്, അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിമാനയാത്രാ നിരക്കിൽ വലിയ വർധന ഈ കാര്യത്തിൽ ഉണ്ടാകും. എന്തായാലും ഈ എണ്ണവില ഉയരുന്നതാണ് ഇതിനെല്ലാം ഈ പ്രശ്നങ്ങൾക്ക് കാരണം. എണ്ണവില ഉയരുന്നത് തീർച്ചയായും പശ്ചിമേഷ്യൻ യുദ്ധം, ഇറാന് എതിരെയുള്ള അല്ലെങ്കിൽ ഇറാൻ അമേരിക്ക ഇസ്രയേൽ യുദ്ധം നിലനിൽക്കുന്ന സാഹചര്യങ്ങളിലാണ്. ഗൾഫ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് ആക്രമണങ്ങൾ നടക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലെല്ലാം നമുക്ക് പരിശോധിക്കാം വാർ ഇമ്പാക്റ്റ് വഴി എന്തൊക്കെയായിരിക്കും ആഗോള സാമ്പത്തിക വാണിജ്യ വ്യവസായ മേഖലകളിൽ ഉണ്ടാകുന്ന ഈ യുദ്ധം മൂലം, സംഘർഷം മൂലം ഉണ്ടാകുന്ന പ്രതിഫലനങ്ങൾ എന്ന് പരിശോധിക്കാം. വാർ ഇമ്പാക്റ്റ് തുടരും.